നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ നാളെയും ഈ ജൂൺ മാസത്തിലും തുറക്കുകയാണ്. Our kids are going to school in this month. പുതിയ സ്കൂളിലേക്കും കോളേജിലേക്കും പ്രവേശിക്കുകയാണ്. Our children are going to schools and colleges in this month. അവരെ സംബന്ധിച്ച് അതൊരു പുതിയ തുടക്കമാണ്. And for them it's a new beginning. സ്കൂളിലേക്ക് പോകുന്ന റെഡിയായ മക്കളുമാരെല്ലാം കൈ ഉയർത്തിയേ. Lift up your hands if you are going to school this month. സ്കൂളിലേക്ക് പോകാൻ തയ്യാറായ കുഞ്ഞുങ്ങളെല്ലാം കൈകൾ ഉയർത്തിയേ. അവരെല്ലാം എഴുന്നേറ്റേ. Please stand up. ആ മക്കളുമാരെല്ലാം എഴുന്നേറ്റേ. ഓക്കേ, ബാക്കിയുള്ളവരെല്ലാം അവർക്ക് നേരെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചേ. Stretch forth your hand toward them, please. സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray for all the kids who are going to school. ഇവിടെ ഇരിക്കുന്ന എല്ലാ പേരൻസും എല്ലാ ദൈവമക്കളും പാസ്റ്റേഴ്സ് ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച എല്ലാവരും. Let's lift up our hands. പുതിയ ക്ലാസ്സുകളിലേക്ക്, പുതിയ പഠനത്തിലേക്ക്, ഈ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുമക്കളുമാർക്കും, all those who are stepping into a new academic year, into new classes this year, ഞങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. we are extending our blessing and our prayers to all of you. നിങ്ങൾ എടുത്തു വെക്കുന്ന ചുവടുകൾ വിജയകരമാകട്ടെ. Your steps are going to be successful. ഓരോ ദിവസവും നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. On a daily basis you're going to experience the blessing. ബൈബിൾ പറയുന്നു, യുദ്ധത്തിന് കുതിരയെ ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശമിരിക്കുന്നു. Bible says that a horse is prepared for a war, but the victory is from the Lord. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. People trust in the chariots and horses, but we trust in our Lord who is our God. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. The fear of the Lord is the beginning of wisdom. നിങ്ങളുടെ അകത്ത് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. You should have the Lord's love increasing in your heart. എന്നെ ഇപ്പോൾ കാണുന്ന കേൾക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ സ്കൂളുകൾക്ക്, അവരുടെ കോളേജുകൾക്ക് അവരൊരു അനുഗ്രഹമാകട്ടെ. All those kids and children who are watching this, they are going to be a blessing to your colleges and schools. അവരുടെ മാതാപിതാക്കൾക്ക് അവരൊരു അഭിമാനമാകട്ടെ. You are going to be a symbol of honor to all the parents. യെശയ്യാ പ്രവചനം 54:13 എഴുതിയിരിക്കുന്നത് പോലെ, Isaiah 54 we read like this. നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. All of your children will be taught by the Lord, and great shall be their peace. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളായിരിക്കും. Your children will be like olive shoots around your table. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകും നിന്റെ യൗവനത്തിലെ മക്കൾ എന്ന് അരുളി ചെയ്ത ദൈവം. Your children will be like arrow in the hands of a strong warrior. യേശു ക്രിസ്തുവിൻ നാമത്തിൽ, in the name of Jesus, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഏറ്റവും ബ്ലെസ്ഡ് ആയി മാറട്ടെ. your education is going to be most blessed. നിങ്ങൾക്ക് വേണ്ടുന്ന ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ദൈവകൃപയും പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് നൽകട്ടെ. All the intellectual capacities and faculties, all the spiritual wisdom you need, the Lord is going to bestow upon you. നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ, all the times which you are learning, ദൈവസ്നേഹം നിങ്ങളിൽ ഓവർഫ്ലോ ചെയ്യട്ടെ. the Lord is going to make overflow the നിങ്ങളുടെ love കോളേജിൽ, of God. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ. You are going to be witnesses of Jesus Christ in the schools and colleges. കഞ്ചാവിനും മദ്യത്തിനും കള്ളിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് കിടക്കുന്ന തകർന്നുപോയ ഒത്തിരി യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. The Lord will give you grace to bring out people who are shut in bondages of addictions and drugs. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. Your teachers will be blessed through you. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. Your friends will be blessed through you. നിങ്ങളുടെ ഓരോ എക്സാമിനേഷനും ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ നയിക്കുന്നതാകട്ടെ. In all exams the Lord is going to sit with you and lead you. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമോ പാരമ്പര്യമായോ യാതൊരു തരത്തിലുള്ള രോഗങ്ങളോ
രോഗങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടായി ക്ലാസ്സിന് പോകാൻ കഴിയാത്ത ഒരവസ്ഥയും നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ. No problems or disturbances or any sort of diseases due to climatic conditions. Nothing of such things will hinder your studies. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് നിനക്ക് വേണ്ടി കൽപ്പിക്കട്ടെ. Oh, the Lord is going to charge the angels to guard over in all your paths. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. The name of the Father, Son and the Holy Spirit. സ്കൂളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈനിൽ കാണുന്ന കുഞ്ഞുങ്ങളെ അടുത്ത് പിടിച്ചു നിർത്തി ഈ പ്രാർത്ഥന കേൾപ്പിക്കുന്ന, പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും, ഓരോ വ്യക്തികളിലും, ഓരോ മാതാപിതാക്കളിലും പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. Amen. All the children and the parents who are standing together and praying, watching this now, the Lord is touching you with His Holy Spirit. നിന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കട്ടെ. All your children will be taught by the Lord and the peace which they have will be overflowing. ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന വിശ്വാസികളായ മാതാപിതാക്കളോട് പറയുന്നു, To all the believing parents I am saying like this. നിന്റെ മേൽ ദൈവം പകർന്ന ആത്മാവും, The Spirit of the Lord which is upon you, നിന്റെ നാവിൽ ദൈവം തന്ന വചനവും, the word of God which is on your tongue, നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ നിന്നും നീങ്ങി പോകാതെ ഇരിക്കട്ടെ. that will never be cut off from you and from your generation. In Jesus' mighty name I pray. Amen. God bless you. Congratulations, my children.